ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗൈസ്. അങ്ങോട്ട് ശേഷം കളിക്കാൻ പോണ ഗെയിമിൻ്റെ ഒരു സ്റ്റീൽ പറഞ്ഞിട്ട് സ്റ്റീൽ പറഞ്ഞിട്ട് കളിച്ച് കുറച്ച് കൂടുതൽ നാളായി. അപ്പോൾ അതിലേക്കകത്തല്ലേ സബ് എത്ര സബ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് എനിക്ക് സ്റ്റീൽ പറഞ്ഞിട്ടിൽ ഇൻസെയിൻ ബ്രെയിൻ നോട്ട്സ് ഉള്ള ഞാൻ ഇങ്ങനെ സെക്കൻഡ് അക്കൗണ്ട് ഉണ്ട്. അവിടെ എൻ്റെ ജിറാഫൊക്കെ ലിസ്റ്റ് എടുക്കില്ല. എനിക്ക് അതിൻ്റെ റീബോത്താ അതെടുക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. അതെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെടുക്കില്ല. എടാ പോലെ നടക്കില്ല മോനെ, നടക്കില്ല. എൻ്റെ ജിറാഫ സെലസ്ട്ര പോയി ഗൈസ്. ചേടാ ആരാ എൻ്റെ ജിറാഫ സെലസ്ട്ര? ഇവനാണ് സ്റ്റീൽ ചെയ്തത്, കള്ളൻ. അവിടെ ഒരു ലോസ്റ്റ് ഓട്ടർ സീക്രട്ട് ഇരിപ്പുണ്ട്, നമുക്ക് എടുക്കാം. ഇതിനൊക്കെ മുമ്പ് ഞാൻ കയറിയപ്പോൾ തന്നെ അങ്ങനെ അറ്റാക്ക് ഉണ്ടായി. അപ്പം നമുക്ക് എന്തായാലും ഇതൊക്കെ എനിക്കിപ്പോൾ 150 ബില്യൺ അടുത്ത റീബോത്ത്. ഞാൻ ജിറാഫ സ്റ്റാർ റീബോത്താണ്. അപ്പോൾ നമുക്ക് കളിച്ച് അപ്പോൾ മറ്റേ ഇതെൻ്റെ ഒരു പുതിയ ക്രിസ്മസ് പ്രിൻ്റോട്ടാണ്. ജിങ്കിൾ 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 സൗർ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ആഡ്മിൻ കാലണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. ധാരോ എൻ്റെ മേത്ത് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഗിഫ്റ്റ് സ്കിപ്പ് ചെയ്യല. അടുത്ത മൾട്ടി സീനായി കൂട്ടാ 14 മിനിറ്റ് കഴിഞ്ഞാൽ. സാൻഡാസ് ഫ്യൂസ് ഗൈസ്, അടിപൊളി ഫ്യൂസ് മെഷീനാണ്. നമുക്ക് ഷോപ്പിൽ പോയിട്ട് നമ്മുടെ കോയിൻ ഷോപ്പിൽ പോയിട്ട് പിന്നെ എനിക്ക് ഇൻസെയിൻ എമൗണ്ട് ഓഫ് ഇൻസെയിൻ ബ്രെയിൻ ഡോട്ട്സ്, അതായത് ഭയങ്കര റെയർ ബ്രെയിൻ ഡോട്ട്സ് ഉണ്ട്. അതൊക്കെ എൻ്റെ വേറൊരു അക്കൗണ്ടിലാണ്. ആ അക്കൗണ്ട് ഇപ്പോൾ പബ്ലിക് സെർവറിലേക്ക് എടുത്താൽ പണിയാവും, എന്തായാലും എല്ലാം സ്റ്റീലായി പോവും. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ എൻ്റെ ട്രാഷ് ബ്രെയിൻ ഡോട്ട്സിലേക്ക് ജിങ്കിൾ ഇതൊക്കെ എനിക്ക് ഇന്ന് കിട്ടിയ ലോസ്റ്റ് ആഡ്മിൻ ലക്കി ബ്ലോക്സിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഞാൻ ഇടക്കിടക്ക് കൂടുതൽ കളിക്കാറുണ്ട്, എനിക്ക് ഇത് കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇത് തും സീത്തോസ് ഇത് ജസ്റ്റ് ഞാൻ വെച്ചേക്കുന്നുള്ളൂ. എന്നാലും എത്ര നല്ല പ്രിൻ്റ് ഔട്ട് ഉണ്ടായിട്ട് അവൻ എൻ്റെ ജിറാഫൊക്കെ ലിസ്റ്റ് എൻ്റെ അടുത്തൊന്നും പോയി. റീബോത്തിന് വേണ്ടായ സാധനം. ഇത് ആരുടെ പൈസ? ട്രാഷ് ആ മിത്തിക്കാണ്. പക്ഷെ നമുക്ക് ജസ്റ്റ് നിർത്ത് ബേസ് വെച്ച് ആ സീനായിരിക്കും അവരെ ചേക്കാൻ കരയിപ്പിക്ക്. എനിക്ക് സെയിം ബ്രെയിൻ ഔട്ട് ഇവിടെ ഉണ്ടായില്ല ഒരെണ്ണം. അപ്പോൾ അതവൻ തന്നെ സ്റ്റീൽ ചെയ്തോണ്ട് പോയെന്ന് തോന്നുന്നുണ്ടാ. അപ്പം നമ്മൾ വന്ന സെക്കൻഡ് അക്കൗണ്ട് അതിപ്പോൾ എന്തായാലും ഇതായി. അതിന് എനിക്ക് കളിച്ചിട്ടാൽ പ്രൈവറ്റ് പബ്ലിക് സെർവറിൽ അപ്പം എന്തായാലും സീനാവും. അതുകൊണ്ട് നമുക്ക് കളിച്ച് സെറ്റാക്കാൻ നോക്കാം. എൻ്റെ ബേസ് വന്നു കഴിച്ചു, എൻ്റെ ബേസ് വന്നു. ഓ വാട്ട് യു തിങ്കിങ് ഓഫ് ബാഡി? പിടിച്ച് ഇതൊക്കെ ഇപ്പം തന്നെ റീസ്പോർട്ടാകും കഴിച്ചു നോക്കിയോ. അപ്പോൾ ആ സെക്കൻഡ് അക്കൗണ്ട് നമുക്ക് മറ്റേ അത് ഇൻസെയിൻ റെയർ ബ്രെയിൻ റോട്ട്സ് ഉണ്ട്. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഇതിപ്പോൾ എന്തായാലും ഈ സെർവറിൽ എടുക്കാനല്ലേ. നാല് ബേസിൻ്റെ കുറച്ച് പോയിരുന്നു സാധനം. എനിക്ക് 150 ബില്യൺ ആവണം. പിന്നെ എൻ്റെ ജിറാഫ കാസ്റ്റർ തിരിച്ചെടുക്കണം. അവൻ്റെ ഇവൻ കുറച്ച് നല്ല പ്ലെയറാന്ന് തോന്നുന്നുണ്ട്. അവൻ്റെ ലോസ്റ്റ് ഓർഡേഴ്സ് ഡുൾ ഇരിപ്പുണ്ട് ഗൈസ് ഇവൻ്റെ. എൻ്റെ 2 ഡുൾ ഉണ്ട്. നമുക്ക് റിച്വൽ ചെയ്യാൻ നോക്കാം ഗൈസ്. അല്ല 3 ഡുൾ ഉണ്ട്. ഇവരെ നമുക്ക് വേണമെങ്കിൽ സ്റ്റീൽ ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ ഡുൾ റിച്വൽ ചെയ്യാൻ പറ്റും. എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് എനിക്ക് 3 ഡുൾ ഉണ്ട്. ഡുൾ ഇതൊക്കെ സ്റ്റീൽ ചെയ്തിട്ട് എന്തിനാണ് ഇവർക്ക്? ഇപ്പോഴൊരു ലോസ്റ്റ് തും സീത്തോസാണ് തോന്നുന്നത്. നമുക്ക് ഗിയർ ഷോപ്പിൽ പോയിട്ട് മറ്റേ വലിക്കുന്ന സാധനം എടുത്തിട്ട് ആ പെണ്ണയ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാം. എൻ്റെ സാധനമൊക്കെ മുഴുവൻ എടുത്തോണ്ട് പോകും. ശരി, സാധനം എവിടെ? അത് എക്സിറ്റ് അടിച്ച് തോന്നുന്നു. പക്ഷേ ഈ സോഡ് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ഓടിപ്പോയിട്ട് അടിക്കാനാണെങ്കിൽ സീന എല്ലാവരും എക്സിറ്റ് ചെയ്യണേ ഗൈസ്.
അടാ എൻ്റെ ജിറാഫ് സെലസ്റ്റ് അടുത്തവൻ എക്സിറ്റായി. ഗൈസ് നമുക്ക് ഇവൻ വരുമ്പോൾ തന്നെ ഇവനിങ്ങനെ വെട്ടി എടുക്കാം. എന്നിട്ട് എനിക്ക് എന്തെയ്യാന്നറിയാമോ, ഇവന് ലാസ്ട്രാളലീത്താസ് സ്റ്റീൽ ചെയ്യുക. തീർച്ചയായും ചെക്കനെ നമുക്ക് സ്റ്റീൽ ചെയ്യും. സ്റ്റീൽ നമുക്ക് റിസ്പോൺ ആവാം. പക്ഷേ ആ ലാസ്ട്രാലിത്തസ് കിട്ടാൻ മതി. ചെക്കന് 3 ഫ്ലോറുള്ളതുകൊണ്ട് ഹീറോ ഉള്ളൊരുത്തനുണ്ട്. ലീവായി. അല്ലെങ്കിൽ അത് അവൻ്റെ ഇത് എന്തായാലും പോയേനെ. എല്ലാവരും മെഡൂസ ഇട്ടിട്ട് ബൂഗി ബോംബ് വേണ്ട, കയറണ്ട. ബേസ് ലോക്ക് ചെയ്യും. റീസ്പോൺ ചെയ്ത് എൻ്റെ ബേസ് മിക്കവാറും ഇപ്പോൾ തുറക്കും. തുറന്നു. തുറന്നിരിക്കണമായിരുന്നു എൻ്റെ ബേസ്. 1 ബില്യൺ എങ്ങാനും എപ്പോഴെങ്കിലും കൂടോ? 57 ബില്യനായി. 150 ബില്യൺ ആക്കേണ്ടത്. അപ്പോൾ എന്തായാലും എൻ്റെ മെയിൻ സോഡ് എടുത്തിട്ട് ഇവിടെ നമ്മൾ സീനാക്കാൻ പോണേ. ഇത് ജാസ്പ്രിറ്റ് അല്ലല്ല. ഇവൻ്റെ സ്റ്റീൽ ചെയ്യണം ഗൈസ്. ലാസ്ട്രാലിത്താസ് സ്റ്റീൽ ചെയ്യണം. അത് കിണ്ണം സാധനമാണ്. അതായത് ഇവര് സെക്കൻഡ് ഫ്ലോറിൽ ലോസ് ആർക്കാലിത്തോസ് ഉണ്ട്. പുതിയതോ ബ്രെയിൻ ഉണ്ട്. 3P ത്രോപ്പി ഉണ്ട്. രണ്ടാമത്തെ ഫ്ലോറിൽ മുഴുവൻ ഇതാ ബ്രെയിൻ നോട്ട്സാ. ഇത് മറ്റേ ബ്രെയിൻ നോട്ട്സ് റേഡിയോ ആക്റ്റീവ്. ഇവൻ്റെ മുഴുവനും ക്രിസ്മസ് ബ്രെയിൻ നോട്ട്സാ. അതടിപൊളി. അവൻ്റെ ഏറ്റവും വലിയ ആ ട്രാഷ് ലവാക്ക പ്രസൻറ്റ് ഉണ്ട്. ഗൈസ് നമുക്ക് സാന്റാഫ്യൂസിലേക്ക് ഇട്ടാലോ? കയ്യിലുള്ള എല്ലാം എടുത്തിട്ട്. കയ്യിലുള്ള എല്ലാം അല്ല, ലൈക്ക് നമ്മുടെ ലോസ് തും സീത്തോസ് നമുക്ക് ലൈക്ക് ഈ പൊട്ട മിത്തിക്കൊക്കെ കൊണ്ടുപോയിടാം. എല്ലാവരും ഇപ്പോൾ ഇതിലേക്ക് ഇടാൻ നോക്കണം ഗൈസ്. അപ്പോൾ ജിങ്കൽ സവർ ഇട്ട് പിന്നെ ഈ 9.3K അതിൻ്റെ പൊട്ടായി മെത്തിക്കും കൂടി എടുത്തിടാം. മെത്തിക്കും കൂടി ഇട്ട് ഇനി നമുക്ക് 2 തും സീത്തോസും 1 തും സീത്തോസ് മാത്രം ഇരിക്കട്ടെ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ഗൈസ് നമുക്ക് അടുത്തത് ഒരു കിണ്ണം ബ്രെയിൻ നോട്ട്. അതായത് ലൈക്ക് നമ്മൾ 11 ദിവസമായി ഗൈസ്. 14 ദിവസം ഫെസ്റ്റിവൽ ലക്കി ബ്ലോക്സ് കിട്ടും ഗൈസ്. ഓക്കെ, അത് കിട്ടുമായിരിക്കും. ഡേ 25 നമുക്ക് കിട്ടാൻ പോണത് ഫെസ്റ്റിവൽ ലക്കി ബ്ലോക്ക്. അയ്യേ, നാളെ 25 ബ്രെയിൻ റോട്ടാണ്. അത് കിട്ടും. അയാളാ ഇപ്പം എൻ്റെ പൈസ ഉറക്കും. വേഗം പോയിട്ട് തരട്ടെ. എന്താ കിട്ടണമെന്നൊന്നും നോക്കണ്ട. ഇപ്പം എൻ്റെ പൈസ ഉറക്കോടാ. ആകെയുള്ള ലോസ് തും സീത്തോസും കൂടി സ്റ്റീലാകാൻ നോക്കണം. നമുക്കൊരാൾ സ്റ്റീൽ ചെയ്യാൻ നിൽക്കണ പോലെ നിൽക്കാം ഇവിടെ. ഓടിക്കോ. പൂട്ടി. പിന്നെ നമുക്ക് ഫ്യൂസ് മെഷീൻ്റെ അവിടെ പോയിട്ട് ഇത് നമുക്ക് ഇതായിടണം. കെറ്റി ക്ലോസ് കിട്ടാൻ ചാൻസ്. ജിങ്കിൾ തരല്ലേ. ട്രീ സവർ മിക്കവാറും കിട്ടും. ഞാൻ പൈസ കൊടുത്തു പോയി ഗൈസ്. ഗോൾഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഗോൾഡ് മ്യൂട്ടേഷൻസ് ആയ അടിപൊളിയായിരിക്കും. ആറ് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇതുണ്ട് ഇവൻ്റ്. ഇവൻ്റ് ചൂസൻ ഫിഷിംഗ് ഇവൻ്റ് ഉണ്ടാവും. അത് അടിപൊളി ഗൈസ്. ഫിഷിംഗ് ഇവൻ്റ് ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളി ബ്രെയിൻ നോട്ട്സ് കിട്ടും. വെറുതെ നല്ല ഫിഷ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് മറ്റേ ലക്ക് ഉണ്ട് ഗൈസ്. ലക്ക് പിന്നെ ഐറ്റം ഒരു പൊട്ട ബ്രെയിൻ നോട്ട് കോഡാണെന്ന് തോന്നുന്നു. കെറ്റി ക്ലോസ് കിട്ടണമെന്നുണ്ട് ഗൈസ് എനിക്ക്. അയ്യോ, സമ്മൺ സ്റ്റീലിംഗ് ലോസ് തും സീത്തോസ് പോടാ. നമുക്ക് ഈ വീഡിയോ എടുത്തിട്ട് ലൈക്ക് സബ് ചെയ്യുക. അല്ലെങ്കിൽ ഇവരെൻ്റെ എല്ലാം എടുത്തോണം പോവും. ഈ സബ്സ്ക്രൈബിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. അതുകൊണ്ട്
അയ്യോ മണ്ടനാണ് ഞാൻ. അപ്പോൾ ലൈക്ക് സബ് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ചെക്കനൊന്ന് പണിയെടുത്തിട്ട് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് പോകാം. എനിക്കാരും ഉപകാരമില്ല. അപ്പോൾ വല്ല ജിറാഫൊക്കെ സ്പൂണാവണ്ട, ഒന്ന് സ്പൂണാവണ്ട. അപ്പോൾ ബൈ.